ഹലോ, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ റീഡിങ്ങിൻ്റെ പാരഗ്രാഫ് ടൈറ്റിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കണം. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് അപ്പം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ചാനലിൽ, അപ്പോൾ നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റും. അപ്പം അത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എന്നെ ഇനിയും കൂടുതൽ വീഡിയോ ഇടാൻ പ്രചോദിപ്പിക്കുന്നത്. അപ്പം എനിക്ക് ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ട്. നല്ല പോസിറ്റീവ് കമൻറ്റ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ വിട്ട് കളയുന്നു. നെഗറ്റീവ് വളരെ അപൂർവമായിട്ടൊക്കെ കിട്ടാറുള്ളൂ. സോ ഞാൻ ഭയങ്കരമായിട്ട് കഴിവുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ കഴിവുകൾ എനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ, അതായത് റീഡിങ്ങിൻ്റെ ടിപ്സും ട്രിക്സും ഉപയോഗിച്ച് നിങ്ങളുടെ പാസേജ് ചെയ്ത് നോക്കിയോ? അപ്പോൾ ചെയ്തിട്ട് എന്തായി? അപ്പം ഞാനത് പറഞ്ഞു തരുന്നത് നിങ്ങളിപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാണ്. കാരണം നിങ്ങൾ ഇത് പോയി നിങ്ങളുടെ എക്സാമിൻ്റെ തലേദിവസമൊക്കെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ എക്സാമിന് അപ്പം പോയി നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതൊരു കറക്റ്റ് ആകുമോ എന്നറിയില്ലല്ലോ. സോ അതുകൊണ്ട് ഇത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക ഇത് വർക്കൗട്ട് ആകുന്നുണ്ടോ. എന്നിട്ട് നിങ്ങൾ എക്സാമിനത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കണം. ആ വീഡിയോ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അതിനൊരു എന്താ പറയുക, ഒരു കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒത്തിരി പാസേജ് ഒന്നും റീഡ് ചെയ്യത്തില്ല. കാരണം ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള എൻ്റെ പാസേജ് മെറ്റീരിയലാണ്. എനിക്കത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് റീഡിങ് ചെയ്തത് എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഒത്തിരിയൊന്നും വീഡിയോ ഒന്നും റീഡിങ്ങിന് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽ, അതായത് നമ്മുടെ സബ് ഹെഡിങ്സും ഞാനവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും വൺ വേർഡും വഴി ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അത് കാരണം നമുക്കതൊരു ഹിൻ്റാണ്. പക്ഷേ ഞാൻ എപ്പോഴും പാരഗ്രാഫ് ചെയ്യുന്നത് ലാസ്റ്റാണ്, ആഫ്റ്റർ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും വൺ വേർഡും ചെയ്ത് കഴിഞ്ഞ്. അപ്പം നമുക്ക് പാരഗ്രാഫ് ടൈറ്റിൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പം ഈ വേയിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് പിന്നെ സമയമെടുത്താണ് വായിക്കുന്നത്. സോ നമ്മൾ പാരഗ്രാഫ് ടൈറ്റിൽ എപ്പോഴും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഡിമെൻഷ്യ? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കീവേഡ് അണ്ടർലൈൻ ചെയ്യണം. അതെന്താണ്? അപ്പം ഞാൻ അടി വരയ്ക്കിരുന്നതാണ് നമ്മുടെ കീവേഡ്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഡിമെൻഷ്യ? ഡിമെൻഷ്യയുടെ വേറെ ഒരു പേരെന്താണ്? അപ്പം നമുക്കത് എവിടെ നിന്ന് കണ്ടുപിടിക്കാം? ഏത് പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം? ഞാനപ്പോൾ ടെക്സ്റ്റിൻ്റെ ടൈറ്റിലോട് വെച്ചിട്ടുണ്ട്, ഹെഡിങ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ടെക്സ്റ്റ് ഡിയിൽ ഡിമെൻഷ്യ ആൻഡ് അൾസിമേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാസേജിൽ നമുക്ക് നമ്മുടെ ആൻസർ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാനാണെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. അപ്പം അത് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ലിപ് സിങ്കിങ് ഉണ്ടാവത്തില്ല കേട്ടോ. സോ ഐ വിൽ റീഡ് ദാറ്റ് വൺ ഫോർ യു. That passage is text D. Okay, dementia, now also referred as major neurocognitive disorder in the Diagnostic and Statistical Manual of Mental Disorders, that is DSM-5. Okay, so in text D. അപ്പോൾ നിങ്ങൾ പാരഗ്രാഫ് വായിച്ചത് കേട്ടില്ലേ? അപ്പോൾ ആ പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈൻ ഓഫ് സെൻറ്റൻസ് തന്നെ, ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറഞ്ഞേക്കുന്നതാണ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മേജർ
ന്യൂറോ കൺജനിറ്റീവ് ഡിസോർഡർ. അപ്പോൾ അതെന്താണെന്ന് എനിക്കവിടെ സ്പേസ് ഇല്ല എഴുതാനായിട്ട്, അതുകൊണ്ടാണ് ഞാനവിടെ എഴുതാത്തത്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ട് ഞാനവിടെ എഴുതുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് ശരിക്കും കാണാം. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിവിടെ ആക്ച്വലി പറഞ്ഞത് എനിക്കിവിടെ ഇങ്ങനെ എല്ലാം എഴുതാൻ പറ്റുന്നില്ലല്ലോ. Let's go for the next question. That's what, so keyword I'm underlining, okay? What is the most common causes of dementia in older people? So hopefully we will get it from dementia or terminology or cognitive difficulties. So അപ്പം എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എന്താണ് ഓൾഡർ പീപ്പിളിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാസേജ് ടെക്സ്റ്റിൻ്റെ ഡിയുടെ സബ് ടൈറ്റിൽ എന്താ, ഡിമെൻഷ്യ ആൻഡ് അൾസീമേഴ്സ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒന്ന് പോയി നോക്കാം, അവിടെ കാണുമായിരിക്കും അതിൻ്റെ ഉത്തരം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. So same passage I'm continuously reading. Okay, persons of substantial congenitive decline from a previous level of functioning to the degree that individuals' ability to live independently is compromised owing to the congenitive deficits. Dementia is a syndrome with many possible causes with Alzheimer's disease. Okay, so what it says, dementia. ഇപ്പോൾ എന്താണ് പാസേജിൽ പറഞ്ഞേക്കുന്നത്, ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഒരു സിൻഡ്രമാണ്. അതിന് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ബട്ട് അത് മോസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാരണം എന്താണ്, അൾസിമേഴ്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ ആ പാസേജിൻ്റെ സബ് ഹെഡിങ് വെച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഡിമെൻഷ്യ ആൻഡ് അൾസിമേഴ്സ് ഡിസീസ് എന്നുള്ള ആ ഭാഗത്ത് തന്നെ നമ്മുടെ അതിൻ്റെ ആൻസറും കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്, അൾസീമേഴ്സ്. പിന്നെ അത് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ് ആക്ച്വലി കേട്ടോ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇനി അത് മേക്ക് ഷുവർ ആക്കാൻ വേണ്ടി നമ്മൾ പാസേജും കൂടെ വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ എഴുതുന്നുണ്ട്. മേജർ ന്യൂറോ കൺജനിറ്റീവ് ഡിസോർഡർ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് അപ്പോൾ ഈ രണ്ട് പാസേജും നമുക്ക് ടെക്സ്റ്റ് ഡി എന്നാണ് കിട്ടിയത്. അപ്പം ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതിയപ്പം 12 ആദ്യം എഴുതി വെച്ച് കേട്ടോ, 8, 9. അപ്പം 10ഉം 11ഉം താഴെ കിടക്കുന്നത്. പക്ഷേ എനിക്കത് ഓർഡറിൽ പറയണം, കാരണം നമ്മുടെ പാസേജിൽ മിക്കപ്പോഴും ആൻസേഴ്സ് ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പം ആ ഒരു ഓർഡറിൽ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ അപ്പം ഇനി ഓർഡറിൽ തന്നെ ചെയ്യണം എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി. Domain of cognition is the skill of planning associated with. So which, അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഡൊമൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്ലാനിങ്. ലൈക്ക് നമ്മുടെ പ്ലാനിങ് കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡൊമൈൻ, എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ പാസേജ് ടെക്സ്റ്റ് സി എന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ എൻ്റെ തന്നെ എഴുതിയേക്കുന്ന സബ് ഹെഡിങ്, ഡൊമൈൻസ് എക്സാമ്പിൾസ് ഓഫ് സ്കിൽസ് ആൻഡ് എന്താ എഴുതിയേക്കുന്നത്, വാർണിംഗ് സയൻസ് എന്നോ അങ്ങനെ, എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് മോസ്റ്റ്ലി ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ കാണുമായിരിക്കും. അപ്പം നമുക്ക് ടെക്സ്റ്റ് സിയിൽ നോക്കാം. അപ്പം 8, 9ൻ്റെയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് ടെക്സ്റ്റ് ഡിയിൽ നിന്നാണ്. അപ്പോൾ ഇത് പുറകിൽ നിന്ന് ബാക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല, അതാണ്. domain examples of skills in sales, in planning, executive function and planning, decision making, working, memory, flexibility. So what is the function? Executive, that's in text C, that's why. So executive function, okay. So next question, what is the most appropriate way of confirm a diagnosis of dementia? Confirm diagnosis of dementia most probably in pharmacological treatment and follow-up. Let's see, we'll just go through there.
treatment, the first line it says, there are currently no evidence-based recommendations on medications to treat mild cognitive impairment, MCI. If dementia suspected, then specialist referral is recommended for confirmation of the diagnosis. So, what is the most... അപ്പോൾ എന്താണ് അവരോട് പറഞ്ഞേക്കുന്നത്? ഡിമെൻഷ്യ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഒരു പേഷ്യൻറ്റിന് ഡിമെൻഷ്യ സംശയിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു സ്പെഷ്യലിസ്റ്റ് റെഫർ, അതായത് സ്പെഷ്യലിസ്റ്റ് നെ നമ്മൾ റെഫർ ചെയ്തിട്ട് കൺഫേം ചെയ്യണം. So next go to 12. What is recommended when standard treatment are unsuccessful? So this one was in C, okay? C. So what is the recommended treatment when standard treatment are unsuccessful? So hopefully അവിടെ പറഞ്ഞേക്കുന്നത് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് റെക്കമെൻഡ്, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നിരിക്കാം. അപ്പം നമുക്ക് എന്താ പറയുക, 10ാമത്തേന് ഉത്തരം നമുക്ക് കിട്ടിയത് ടെക്സ്റ്റ് ബി എന്നാണ്. അപ്പോൾ ടെക്സ്റ്റ് ബി തന്നെ നമ്മുടെ എന്താ പറയുക 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. Can go through okay, then pharmacological treatment, there's a another subheading is follow-up. So in the follow-up it says, if the diagnosis first sentence, okay, if the diagnosis remain unclear after a detailed assessment, then provide general advice and watchfully wait. If the diagnosis remain unclear after a detailed assessment, then provide general advice and watchfully wait. Then all patients should receive the recommendation, and we have already read that. Alzheimer's disease confirmed pharmacological treatment can be considered. So next line, so we were right, like in the treatment it says, in pharmacological treatment it says a psychiatric or psychogeriatric referral should be considered. Patient who do not respond to first or second line treatment. Okay, so it's same. So I was... അപ്പം ആ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സബ് ഹെഡിങ് ആണ് ഫോളോ അപ്പ്. ഫോളോ അപ്പിൻ്റെ ഫസ്റ്റ് ലൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ വേറൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലൈൻ ഒരു സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞാൽ സൈക്കാട്രിക് ഒരു സൈക്കോ ജെറിയാട്രിക് റെഫറൽ വിടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. What is most noticeable of the many cognitive domains? So that one we have already read in A, isn't it? So text B, this one is in B, okay? So that's what I said, you see. 11 and 12 in from B, and this one from C. ടെക്സ്റ്റ് എയിൽ എന്താ പറഞ്ഞേക്കുന്നത് ഹെഡിങ്? ടെർമിനോളജി ആൻഡ് കൺജനിറ്റീവ് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഉത്തരം കാണുമായിരിക്കും. What is the most noticeable of the many? So in that it says, while concerns about memory problem in more patient, when patients come to a memory problem, they should be referring to difficulties number of possible cognitive domains, although learning and memory is often more salient of these domains. അപ്പോൾ അവരെന്താ പറയുന്നത്? രോഗികൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അതായത് അവർക്ക് എന്തെങ്കിലും ഒരു പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറവാണ് അവരുടെ ഒരു പ്രധാനമായിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ചിലപ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് നമ്മളൊരു കാര്യം പറഞ്ഞാലും അവർക്കത് പിന്നെ അത് ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട് അതാണ്. ഓക്കെ. How often should a patient be cognitively screened if they are not getting worse? So,
അപ്പോൾ എന്താണ് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഒരു പേഷ്യൻറ്റിനെ എപ്പോഴാണ് സ്ക്രീൻ ചെയ്യേണ്ടത്, അതായത് അവരുടെ കണ്ടീഷൻ വേഴ്സ്റ്റ്, അതായത് കൂടുതൽ വഷളായില്ലെങ്കിൽ എപ്പോഴാണ് ഒരു സാധാരണ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് സ്ക്രീൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കണേ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബിയിൽ പറഞ്ഞേക്കണത് എന്താ, ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫോളോ അപ്പ്. അപ്പം അതിൻ്റെ അകത്ത് കാണുമായിരിക്കും. It says if the diagnosis remain that one, we got to answer the first answer sentence. It says our one answer. So if the diagnosis remain unclear after detailed assessment, then provide general advice and watchfully wait. All patients should have a cognitive review with a screening instrument every 12 months or sooner if deterioration is detected by the patient or their family. അപ്പോൾ എന്താണ് പാസേജിൽ പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഡിമെൻഷ്യ വേഴ്സ്റ്റ് ആയില്ലെന്ന് നമ്മുടെ ഒന്നുകിൽ പേഷ്യൻറ്റിന് മനസ്സിലാകും, അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റീവ്സിന് മനസ്സിലാകും. അങ്ങനെയൊന്നും അവർ നോട്ടീസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം സ്ക്രീൻ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വൺസ് ഇൻ എ ഇയർ ഓർ വൺസ് ഇൻ 12 months അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. അപ്പം ഡിമെൻഷ്യ ഇങ്ങനെ അവരുടെ അതിൻ്റെ സിവിയറിറ്റി സാധാരണ തുടക്കത്തിൽ വളരെ കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ടത് അതിൻ്റെ ഓരോ എന്താ പറയുക കൂടി വരും. അതായത് ആദ്യമൊക്കെ അവർക്ക് കുറച്ച് ഓർക്കാൻ പറ്റും, പിന്നെ ഗ്രാജുവലി കുറച്ചും കൂടെ മറന്നു പോകും, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മറന്നു, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊന്നും വന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ മോശമായില്ലെങ്കിൽ അപ്പം നമ്മുടെ അടുത്ത പാർട്ടിലേക്ക് പോകും, അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അപ്പോൾ അങ്ങനെ ഒരു പാസേജ് പോലെ അവർ തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വാക്കുകൾ കണ്ടുപിടിക്കണം. അപ്പം അതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റീഡിങ് പാർട്ട്. ഓക്കെ. നേരത്തെ എങ്ങനെയായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാസേജിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്ത് അവിടെ ഇടും, എന്നിട്ട് നമുക്കതൊരു കണ്ടിന്യൂവേഷൻ പോലെ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് ആ പാസേജിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഈ പാസേജ് ടെക്സ്റ്റ് എ എന്നാണോ ടെക്സ്റ്റ് ബി എന്നാണോ ടെക്സ്റ്റ് സി എന്നാണൊന്നും അറിയത്തില്ല, എല്ലായിടത്തുനിന്നും വരും. അതുകൊണ്ട് ഈ സെഷൻ നന്നായിട്ട് കെയർഫുള്ളായിട്ടൊന്ന് വായിച്ചിട്ടൊന്ന് ആൻസർ കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പക്ഷേ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാതെ സ്കിം ആൻഡ് സ്കാം ചെയ്തിട്ട് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പം ഈ നമ്മുടെ OET എക്സാമിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റുകളും അതുപോലെ ലിസണിങ്ങിൻ്റെ റെക്കോർഡിങ്സും എല്ലാം ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിരിക്കും. അപ്പം എല്ലാം അതുപോലെ എല്ലാ സ്കിൽസും ലൈക്ക് റീഡിങ്, ലിസണിങ്, സ്പീക്കിങ് ആൻഡ് റൈറ്റിംഗ് എല്ലാം. അപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പ്രിഡിക്ഷൻ ആവശ്യമായത് എപ്പോഴാണ്, ലിസണിങ്ങിനും റീഡിങ്ങിനുമാണ് കൂടുതൽ പ്രിഡിക്ഷൻ ആവശ്യമായത്. അപ്പം നമുക്കത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പെഷ്യലി ഇപ്പോൾ ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ കെയർ ഹോമിലും നഴ്സിംഗ് ഹോമിലും ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. Differs in important ways from dash, which for example has a sudden onset. അപ്പം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പ്രിഡിക്റ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഡിമെൻഷ്യ ഡിഫർ ചെയ്യും, നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തായിരിക്കും അവർക്കൊരു വ്യത്യാസം, ഓർമ്മക്കുറവുണ്ടായിരിക്കും, അവർക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം പെട്ടെന്ന് അക്യൂട്ടായി കഴിഞ്ഞാൽ, അതായത് അത് ഓർമ്മക്കുറവും അതൊക്കെ ഒരു ശാന്ത സ്വഭാവത്തിലായിരിക്കും, പക്ഷേ അക്യൂട്ടായി കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ഒരു സ്വഭാവത്തിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റ് ഡിയിൽ എന്ന് ഈ ഡിമെൻഷ്യ അൾസൈമേഴ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് അവിടെ നോക്കിയാൽ നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. In text D, it says, dementia is a syndrome with many possible causes, with Alzheimer's disease being the most common in older people. It is generally of gradual onset with a chronic course, although there are exceptions. Dementia must be distinguished from delirium, acute confusional state, which by definition is of an acute or recent onset
and associated with the loss of awareness of surrounding, global disturbance in cognition, and changes in perception and the sleep-wake cycle and other features. ഇതിൻ്റെ ആൻസർ യു കെയിലൊക്കെ ജോലി ചെയ്യുന്നവർ, എക്സ്പെഷ്യലി കെയർ ഹോമിലും നഴ്സിംഗ് ഹോമിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. പാസേജ് വായിക്കേണ്ട ആവശ്യം പോലുമില്ല, അല്ലാതെ തന്നെ മനസ്സിലാക്കാം. ഡിമെൻഷ്യ പേഷ്യൻ്റെ ഒരു പ്രത്യേകത, ചിലപ്പം അവർക്ക് രാവിലെയൊക്കെ നല്ല ഓർമ്മയാണ്, എല്ലാവരും തിരിച്ചറിയാൻ പറ്റും, അവരുടെ നോർമൽ വാഷിങ്, ഫീഡിങ്, എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും, അവരുടെ റിലേറ്റീവ്സിനെ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ദിവസം ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിയുന്ന സമയം, ലൈക്ക് ഉച്ചയായി, ഒരു വൈകുന്നേരമൊക്കെ ആയി, പിന്നെ രാത്രിയാകുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ, ആ സ്വഭാവത്തിനല്ല ശരിക്കും പറഞ്ഞാൽ മാറ്റം വരുന്നത്, അവരുടെ ഓർമ്മ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഈ ഫുൾ മൂണൊക്കെ ആകുമ്പോൾ അവർക്ക് ഒട്ടും ഓർമ്മയില്ല, അവർ ഭയങ്കര അജിറ്റേറ്റഡ് ആകും എന്നൊക്കെ. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ, അവർ ചിലപ്പോൾ അവർക്ക് രാവിലെ അവരുടെ റിലേറ്റീവൊക്കെ അങ്ങനെ വന്ന് കണ്ടാൽ അവരെല്ലാവരും അറിഞ്ഞു, അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തിരിച്ചു പോകും. അവർ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും അവർ വരുവാണെങ്കിൽ ഇവർ ആരാണ്, നീ എൻ്റെ മോളാണോ മോനാണോ ഒന്നും അറിയില്ല, പേരറിയത്തില്ല, എവിടെയാണ് വീടെന്ന് അറിയത്തില്ല, ഭക്ഷണം എങ്ങനെയാണ് കഴിക്കണമെന്ന് അറിയത്തില്ല, അവരുടെ എന്ത് ഭക്ഷണമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഭയങ്കര ഫാമിലിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്പോൾ അവരെന്താ പറഞ്ഞേക്കുന്നത്, അപ്പോൾ അക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ ഡെലീരിയം ആകുന്നു. എന്താണ് ഡെലീരിയം ആകുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര വയലൻ്റ് ആവും, അജിറ്റേറ്റഡ് ആവും, ചിലപ്പോൾ അവർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എറിയും. അപ്പം നമുക്ക് ഡിമെൻഷ്യ കൂടുതൽ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. The DSM-5. What is DSM-5? Like I have said that DSM-5 is a Diagnostic and Statistical Manual of Mental Disorders. That is DSM-5 is defines dementia as a substantial cognitive decline that compromises the individuals. So the same passage we can find out, it says that same sentence defined by the presence of substantial cognitive decline from a previous level of functioning to the degree that the individual's ability to live independently is compromised owing to the congenital cognitive deficits. അപ്പോൾ എന്നാ പറഞ്ഞേക്കുന്നത്, ഡിമെൻഷ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ എന്താണ് കോംപ്രമൈസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ നേരത്തെ അവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് അവർ സ്വന്തമായിട്ട് വാഷ് ചെയ്യുന്നു, അവർ സ്വന്തമായിട്ട് ഫീഡ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു, ഗാർഡനിങ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഡിമെൻഷ്യ ആയിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, അവരുടെ ആ പഠിച്ച കാര്യങ്ങളെല്ലാം അവർ മറന്നു പോകുന്നു. അതാണ് അതിൻ്റെ ആൻസർ. There are dash medication for like what is that, MCI, the motor neuro, mild cognitive impairment that are recommended based on available research. Actually it says. അപ്പം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്നാന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യയുടെ എത്ര മെഡിക്കേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബിയിൽ പറഞ്ഞേക്കുന്ന ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫോളോ അപ്പ് എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. വെരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. Suspected, then specialist referral is recommended for confirmation of the diagnosis. But if Alzheimer's disease is confirmed, then pharmacological treatment can be considered. Okay. എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് ഡിമെൻഷ്യ അൾസിമേഴ്സ് കൊണ്ടാണെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റ് റെഫറൽ ചെയ്യണം. പിന്നെ അൾസിമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഡെലീരിയം അല്ലെങ്കിൽ ഡിമെൻഷ്യ ആകുമ്പോഴത്തേനും അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വേറെ മെഡിക്കേഷൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഓർക്കും ഇത് കാണുമ്പം ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന്. പക്ഷേ അൾസിമേഴ്സ് ആണെങ്കിൽ മാത്രം. Symptoms described as problem with memory are probably described as that one in terminology or cognitive difficulties, because it says
ഇപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് മെമ്മറി പ്രോബ്ലം ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞ് വരുമ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ടെക്സ്റ്റൈൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോഗ്നിറ്റീവ് ഡിഫിക്കൽട്ടീസ് എന്ന് are പറഞ്ഞാൽ normal for almost all people as the age and assessment should focus on differentiating the normal changes of aging from abnormal cognitive functioning, while concerned about memory are common in older patients. But when a patient complain, that is the sentence, when patients complaining of memory problems, they could be referring difficulties in a number of possible cognitive domains. Although learning and memory is often most salient, that one we already got that, isn't it? So what is the answer for the? അപ്പം മെമ്മറി പ്രോബ്ലം എന്തുകൊണ്ടാണ് അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്താണ് കൺജനിറ്റീവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ, സോറി. കൺജനിറ്റീവ് അല്ല, കോഗ്നിറ്റീവ് എന്നാണ് കേട്ടോ വായിക്കുന്നത്. അപ്പം ആ എബിലിറ്റിയാണ് അവരെ ബാധിക്കുന്നത് എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. Next one, social cognition includes the ability to follow accepted social rules and so this one. അപ്പം സോഷ്യൽ എന്നുള്ള അതിൽ എന്ത് കോഗ്നിഷനാണ് ബാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് സി പറഞ്ഞിട്ടുണ്ട്, ഡൊമൈന്, എക്സാമ്പിൾസ് ഓഫ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നോക്കാം. Social cognition. So in this side it says social cognition, recognition of emotions, appropriateness of behavior to social norms. That means he or she has been behaving inappropriately in social situation. Is he or she able to recognize social cues? Is she or he able to motivate him or herself? That is a social cognition. അപ്പം സോഷ്യൽ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് അവരെ സ്വന്തമായിട്ട് എൻകറേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോഷ്യൽ സിറ്റുവേഷൻ നമുക്ക് കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ സിറ്റുവേഷൻ നമ്മൾ ഭയങ്കര ഒച്ചത്തിലൊന്നും ബഹളമൊന്നും വെക്കത്തില്ല, വളരെ മര്യാദയ്ക്ക് ഡീസൻ്റൊക്കെ ആയിട്ടിരിക്കുന്ന അങ്ങനെ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയണത്? അതിന് ഉത്തരം പറഞ്ഞേക്കണേ റെക്കഗ്നൈസേഷൻ. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. To assess perceptual motor functioning, doctors ask if patients have had difficulty. Just remember this phrase, okay? Have had, okay? Have had. That means they have and in the past, okay? Had difficulty using dash objects like knife and fork. Like when they are ഡിമെൻഷ്യ പേഷ്യൻറ്റിനെ ഡോക്ടറുടെ അടുത്ത് കാണിക്കാൻ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്ത് കോഗ്നിഷനാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നത് അറിയണമല്ലോ. അപ്പോൾ അസസ് ചെയ്യുമ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പ്ലാനിങ്, സോഷ്യൽ എന്നൊക്കെ പറഞ്ഞ പോലെ മോട്ടോർ ഫങ്ഷനെയാണ് അഫക്റ്റ് ചെയ്തതെങ്കിൽ ഡോക്ടർ ചോദിക്കുമ്പം ഇപ്പം നമുക്ക് സാധാരണ ഇവിടെ ഇംഗ്ലീഷുകാരുടെ ഇതിൽ നൈഫും ഫോർക്കും ഒക്കെ ഉപയോഗിക്കുന്നത് ആണ് അവരുടെ രീതി. അപ്പം അത് ഉപയോഗിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ നന്നായിട്ട്? അപ്പം അത് പറ്റുന്നില്ല എങ്കിൽ അവരുടെ മോട്ടോർ ഫങ്ഷൻ അഫക്റ്റ് ചെയ്തു എന്നാണ്. What it says here, complex executive language, learning and recall, complex perceptual motor function. In that it says, have you had trouble using day-to-day objects like a phone or cutlery? Have there been a new driving difficulties such as staying in lane? That's what it is. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മളെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ഇപ്പം റിമോട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പെൻ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, നൈഫ് ആൻഡ് ഫോർക്ക് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് ഡേ ടു ഡേ ഒബ്ജക്ട്സ്, അത് ഉപയോഗിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അത് നമ്മുടെ എക്സാമ്പിൾസ് ഓഫ് സ്കിൽസ് കോഗ്നിഷൻ എന്നുള്ള ആ ടെക്സ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ആ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും തന്നെ വെച്ചിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ ആൻസർ ചെയ്യാം. പക്ഷേ വിവേകപൂർവ്വം ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ എല്ലാം കഴിഞ്ഞു.
അപ്പം ഞാൻ പലപ്പോഴും എങ്ങനെയാണ് റീഡിങ് ചെയ്യുന്നതെന്നൊരു വീഡിയോ അങ്ങനെ ഇട്ടിട്ട് ആർക്കും അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. സോ അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ റീഡിങ് പാസേജ് ചെയ്ത് കാണിക്കാമെന്ന്. അപ്പം ഇത് എപ്പോഴും ഒരു റീഡിങ് പാസേജ് ചെയ്ത് ക്വസ്റ്റ്യനും ആൻസറും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. വളരെ വേറെ അധികം വീഡിയോകൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളുണ്ട്, ഡ്യൂട്ടിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ ശരിക്കും മുതലാക്കുക ഈ അവസരം. ഈ സ്കിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ മെത്തേഡ്സും ഞാൻ കാണിച്ചു തന്നു. എനിക്കൊരു എന്താ പറയുക, പാസേജിൻ്റെ ടൈറ്റിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അതുപോലെ തന്നെ വേർഡ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ച് നിങ്ങളെല്ലാം ചെയ്തു നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഞാനിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്, എൻ്റെ ക്യാമറ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു ഷേക്കിങ് പോലെയും, പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ബോർഡ് ക്ലിയർ ആകുന്നുമില്ല അല്ലേ, അത് എൻ്റെ ക്യാമറ ഓട്ടോ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ബോർഡിൽ എഴുതിയിരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി പേജ് എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റി പേജ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ള എഴുതിയിരിക്കുന്ന ഹെഡിങ്ങിൽ എന്താ പറയുക, ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കമ്മ്യൂണിറ്റി പേജ് ഓപ്പണായി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എൻ്റെ പിക്ചറും ഓരോ വീഡിയോ ഞാൻ ഇട്ടതിൻ്റെയും ഇടാൻ പോകുന്നതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് റീഡിങ്ങിൻ്റെയൊക്കെ മെറ്റീരിയൽ വേറെ ആൾക്കാരൊക്കെ അതായത് അവരുടെ മെറ്റീരിയലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഒരു റീഡിങ് പാസേജ് എടുത്ത് എക്സ്ട്രാക്ട് ചെയ്ത് ആ ക്വസ്റ്റ്യനും ആൻസറൊന്നും കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ മെറ്റീരിയൽസ് അങ്ങനെ ഉപയോഗിച്ചാൽ കോപ്പിറൈറ്റ്സ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക.